ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കാണാൻ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ പോയി കാണണം. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് സ്കെച്ചുകൾ? രേഖാചിത്രങ്ങൾ അല്ലെങ്കിൽ സ്കെച്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കി കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ സ്കെച്ചുകൾ എന്ന് പറയാറുള്ളത്, രേഖാചിത്രങ്ങൾ. അടുത്ത ചോദ്യം: എന്താണ് പ്ലാനുകൾ? ഒരു പ്രദേശത്തെ വിവരങ്ങൾ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഓർമ്മയിൽ നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നമ്മുടെ ഒരു രീതിയിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ പ്ലാനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ കൃത്യമായ അളവുകൾ, കൃത്യമായ വിവരങ്ങൾ, അവയുടെ സ്ഥാനം, ദിശ ഒക്കെ തിട്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ ചോദ്യം: ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഡയറക്ഷൻ അഥവാ ദിശ മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വടക്കു നോക്കി യന്ത്രം അഥവാ കോമ്പസ്. നാലാമത്തെ ചോദ്യം: ദിശ കണ്ടെത്താനായി നാം ഇന്ന് എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു? ഇപ്പം നമ്മൾ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുന്നവരുണ്ട്, മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് ദിശ മനസ്സിലാക്കുന്നവരുണ്ട്. പ്രധാനമായും മനസ്സിലാക്കുക, ദിശ അറിയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ്, പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചൊരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അഞ്ചാമത്തെ ചോദ്യം: ഭൂപടത്തിലെ ദിശ എങ്ങനെ കണ്ടെത്താം? ഒരു ഭൂപടം, ഒരു മാപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ദിശ നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും? ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഒരു മാപ്പ് തരും, എന്നിട്ട് ഇതിലെ കിഴക്കേതാണ്, വടക്കേതാണ്, തെക്കേതാണ് അങ്ങനെയൊക്കെ ചോദിക്കും. സോ ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും, ഒരു ദിശയെങ്കിലും നമുക്ക് നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്കു ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം നമുക്ക് കാണാം. അതായത് ഒരു ചിത്രം നമുക്ക് തന്നിട്ടായിരിക്കും ഒരു ചോദ്യം ചോദിക്കുക. അപ്പോൾ മുകൾ ഭാഗത്ത് എന്തായിരിക്കും? വടക്ക് ദിശയായിരിക്കും. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗത്ത് തെക്ക് ദിശ, മുകൾ ഭാഗത്ത് വടക്ക് ദിശ, ഭൂപടത്തിൻ്റെ താഴ്ഭാഗത്ത് തെക്ക് ദിശ, വലതുഭാഗത്ത് പടിഞ്ഞാറും ഇടതുഭാഗത്ത് കിഴക്ക് ദിശയും സൂചിപ്പിക്കുന്നു. ഓർത്ത് വെക്കണം. മുകൾ ഭാഗത്ത് വടക്ക് ദിശ, ചുവട് ഭാഗത്ത് തെക്കു ദിശ, വലതുഭാഗത്ത് പടിഞ്ഞാറ് ദിശ, പിന്നെ ഇടതുഭാഗത്ത് കിഴക്ക് ദിശ. ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഭൂമധ്യരേഖ? ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇവിടെ 3 പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള ഭാഗം ഉത്തരാർദ്ധഗോളം എന്നും തെക്കുള്ള ഭാഗം ദക്ഷിണാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. ഈ 3 പോയിൻറ്റ്സും ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം: അക്ഷാംശ രേഖകൾ എന്നാൽ എന്ത്? അക്ഷാംശരേഖയും രേഖാംശരേഖയും നിങ്ങൾ മനസ്സിലാക്കണം. അക്ഷാംശരേഖകൾ എന്നാൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശരേഖകൾ എന്നറിയപ്പെടുന്നത്. രേഖാംശരേഖകൾ അക്ഷാംശരേഖയ്ക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖകളെയാണ് നമ്മൾ രേഖാംശരേഖകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: എന്താണ് ഭൂപടം? മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതാണ് ഭൂപടം. ഭൂപടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളാകൃതിയിലുള്ള നമ്മുടെ ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മാപ്പ് അഥവാ ഭൂപടം എന്ന് പറയുന്നത്. വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏതൊക്കെ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യയിലെത്തിയത്? നമുക്കറിയാം, വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് ഒരുപാട് സമുദ്രങ്ങൾ താണ്ടിയാണ്. അത് ഏതൊക്കെ സമുദ്രങ്ങളാണ്? അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും. ഓർത്ത് വെക്കണം. 12ാമത്തെ ചോദ്യം: ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ, ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി എന്നാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ നമ്മൾ ഏത് പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത്? കാർട്ടോഗ്രാഫർ. 14ാമത്തെ ചോദ്യം: നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. ഓർത്ത് വയ്ക്കണം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ചോദ്യം 16: 1498
കോഴിക്കോട് കാപ്പാട് തീരത്ത് കപ്പലിറങ്ങിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. അദ്ദേഹം ഏതൊക്കെ സമുദ്രങ്ങൾ താണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്? അറ്റ്ലാന്റിക് സമുദ്രം, അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രം. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ചോ കാർട്ടോഗ്രാഫിയെക്കുറിച്ചൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആക്കി എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് ഉണ്ടാവുക. സോ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കണം. ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്